കർഷക തൊഴിലാളി ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു. കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് കെ.വി. വസന്തൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷക തൊഴിലാളി സംയുക്ത കിസാൻ മോർച്ചയുടെയും കർഷക തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ദേശവ്യാപകമായി നടന്ന ജയിൽ നിരക്കൽ സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കോട്ടച്ചേരി കേന്ദ്രീകരിച്ചു നടന്ന പ്രകടനം സമരകേന്ദ്രത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ വകവയ്ക്കാതെ നൂറുകണക്കിന് വോളണ്ടിയർമാർ സമരത്തിൽ അണിനിരന്നു. കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി കെ.വി. വസന്തൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോഴാണ് രാജ്യത്തെ വിദ്യാർത്ഥികളാണ് വിഷയം തീരുമാനിച്ച് വലിയ സമരത്തിലേക്ക് വന്ന് അവർ നക്സലൈറ്റുകളും തീവ്രവാദികളുമായി മുദ്രകുത്തി ഈ നരേന്ദ്രമോദിയുടെ എല്ലാ രീതിയിലുള്ള പട്ടാളവും പോലീസും എല്ലാം ചേർന്ന് തീമഴയായി പെയ്തപ്പോഴും ഇന്ത്യയിലെ യുവത്വം വിദ്യാർത്ഥികൾ ആ സമരത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. കാരണം അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരമാണ്. അത് രാജ്യത്തെ ജനങ്ങൾ രാഷ്ട്രീയം മാറ്റി നിർത്തിയ ഏറ്റെടുത്ത് ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളും എല്ലാം സമരം ഏറ്റെടുത്ത് രാജ്യത്തെമ്പാടും തെരുവുകളിൽ ചെറുപ്പക്കാരും ആളുകളും എല്ലാം ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് നരേന്ദ്രമോദി ചർച്ച ചെയ്യാനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാനും ഈ ഗവൺമെന്റ് തീരുമാനിച്ചില്ലേ. അങ്ങനെ ഈ ഗവൺമെന്റ് ഏകപക്ഷീയമായി പോകാൻ കഴിയില്ലെന്ന് രാജ്യത്തെ പോരാട്ടങ്ങളിലൂടെ തെളിയിക്കുകയല്ലേ. കർഷക സംഘം ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എം.എൽ.എ, സമരസമിതി നേതാക്കളായ സി.എച്ച്. കുഞ്ഞമ്പു, ടി.കെ. രാജൻ, വി.പി. മുസ്തഫ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, കെ.വി. കൃഷ്ണൻ, ടി. കൃഷ്ണൻ, അമ്പാടി, അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. CITU ജില്ലാ സെക്രട്ടറി പി. മണിമോഹൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.